ഹായ് ഫ്രണ്ട്സ്, കുങ്ഫൻ ഫിറ്റ്നസ് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൽഫ് ഡിഫൻസിന്റെ ടെക്നിക്കുകളാണ് ചെയ്തത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഫൈറ്റിംഗ് ടെക്നിക്കുകളാണ്, ക്വിക്ക് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന രണ്ടു മൂവ്മെന്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു മൂവ്മെന്റ് ചെയ്യാം. ഒരു പഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കൗണ്ടർ അറ്റാക്ക് ആണ്. അപ്പൊ നമ്മള് ഒരു പഞ്ച് അടിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ ബോഡിയിലൊക്കെ വരുന്ന ഒരു പഞ്ചിനെ ജസ്റ്റ് നമ്മളൊന്ന് ബോഡി ഡൗൺ ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് തിരിച്ച് കൗണ്ടർ ചെയ്യുന്നു. ആ ഒരു പഞ്ചിന് ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ച് പഞ്ച് ചെയ്യുന്നു. അങ്ങനെ എതിരാളികൾ വീഴ്ത്തുന്ന ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് ഇവിടെ റെഡി ആയിട്ട് വെക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു പഞ്ച് ചെയ്യുന്നു. ആ പഞ്ച് വരുന്ന സമയത്ത് നമ്മൾ പഞ്ചിന്റെ ഡയറക്ഷനിൽ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് അതേ സമയം തന്നെ കൗണ്ടർ ചെയ്യുന്നു. ഓക്കെ, റെഡി. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഇതുപോലെ തന്നെ ഈ ഒരു പാർട്ടിലേക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്യുന്നു. അപ്പൊ ഈ പഞ്ചിന്റെ നമ്മളുടെ ഫേസിന് വരെ വരുന്ന പഞ്ച് നമ്മൾ ഡയറക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ചെയ്തു വേണ്ട. ഈ പഞ്ച് നമ്മുടെ ഫേസിന് വരെ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ബോഡി ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്തിട്ട് അതേ സമയം തന്നെ തിരിച്ച് പഞ്ച് ചെയ്യുന്നത്. ഈ ഒരു പാർട്ടിലേക്ക് പഞ്ച് ചെയ്യുക, ആള് ജസ്റ്റ് താഴെ വീഴും. അപ്പൊ നമുക്ക് സെയിം മൂവ്മെന്റ് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ നല്ല ഫോഴ്സിൽ പഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആള് താഴെ വീഴും. അപ്പൊ നമുക്ക് അടുത്തൊരു മൂവ്മെന്റ് കൂടി നോക്കാം. അപ്പൊ ഈ ഒരു മൂവ്മെന്റിൽ ഒരു കിക്കാണ് ചെയ്യുന്നത്. നമ്മളൊരു പഞ്ച് ചെയ്യാൻ വേണ്ടി, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു തിരിച്ച് കൗണ്ടർ പ്രതീക്ഷിക്കാതെ നമ്മളിപ്പോ അങ്ങോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഈസി മൈൻഡിൽ പോയിട്ട് നമ്മൾ ആക്രമിച്ചിട്ട് പോരാന്നുള്ള ഒരു ഇതിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് സഡൻ ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചൊരു കൗണ്ടർ കിട്ടുന്നു. അപ്പൊ ആ ഒരു മൂവ്മെന്റ് അതൊരു കിക്കായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു മൂവ്മെന്റ് ഒന്ന് ചെയ്യാം. നമ്മളൊരു പഞ്ച് ചെയ്യാൻ ചെല്ലുന്ന ഒരു മൂവ്മെന്റ് ഒന്ന് ചെയ്യാം. ഇതുപോലെ പ്രതീക്ഷിക്കാതെ നമ്മൾ അങ്ങോട്ട് എതിരാളിനെ ആക്രമിക്കാൻ ചെല്ലുന്ന ഒരു മൂവ്മെന്റ്, പക്ഷെ ആ സമയത്ത് തിരിച്ച് നമ്മളിലേക്കാണ് കിക്ക് കിട്ടുന്നത്. അപ്പൊ ഒരു ക്വിക്ക് മൂവ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ആ ഒരു മൂവ്മെന്റിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കാം. അപ്പൊ നമ്മൾ ആ ഒരു നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മളിലേക്ക് പഞ്ച് വരികയാണ്. അപ്പൊ ആ വരുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഒന്ന് പഞ്ചിന്റെ മൂവ്മെന്റ് ഓക്കെ ഈ ഒരു മൂവ്മെന്റ് വരുന്ന സമയത്ത് തന്നെ ജസ്റ്റ് നീങ്ങുന്നു. ആ ഒരു മൂവ്മെന്റ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ആ വരുന്ന ടൈമിൽ ജസ്റ്റ് ഇവിടുന്ന് കഴിക്കുക. അപ്പം ഒരാളെ നമ്മളെ ആക്രമിക്കാൻ ആ വരുന്ന മൂവ്മെന്റിലേക്കാണ്. അപ്പൊ ആ ഒരു വരുന്ന മൂവ്മെന്റ് നമ്മൾ ജസ്റ്റ് പ്രതീക്ഷിക്കാതെ തന്നെ ആ ഒരു മൊമെന്റ് അടുത്തേക്ക് ക്രോസ് ആവുന്ന ഒരു ടൈം ഇമാജിൻ ചെയ്തുകൊണ്ട് ആ ഒരു സമയത്ത് സഡനായിട്ട് ഇതുപോലെ ഒന്ന് വിക്കടിച്ചിട്ടുണ്ടെങ്കിൽ ആളിലേക്ക് വരും. ആള് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ വരും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ഈ ടെക്നിക്കുകളൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.